ഇതാണ് ആ ബംഗ്ലാവ്. ആ ഭാഗത്തുണ്ടാവല്ലേ? ഉണ്ടാവും. മാധവേട്ടൻ ധൈര്യമായിട്ട് വെക്കോ. ചോദിച്ചതിന് തർക്കുത്തരം പറഞ്ഞാല് അപ്പ പിടിച്ച പൊള്ളച്ചെങ്കിന് ബാക്കിക്കാര്യം ഞാൻ ഏറ്റു. അല്ല, മാധവേട്ടൻ വെക്കോ, ഞാനിവിടെ നിന്നോളാം. മുള്ളും മുള്ളും കൂടി ഇപ്പൊ കൂട്ടി മുട്ടും. നിങ്ങൾ പറയുന്നൊക്കെ കാര്യമാണ്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്ക്, ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടിയെ ജോലിക്ക് അയക്കുന്നതൊക്കെ വളരെ സങ്കടമല്ലേ? നിങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ച് വേണ്ട ക്വാളിഫിക്കേഷൻ നൽകി വളർത്തിയെടുക്കുകയല്ലേ വേണ്ട മിസ്റ്റർ മാധവൻ? നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടുകൂടി പറയാണ്. മീനാക്ഷിയുടെ പഠിത്തത്തിന് എന്ത് ചെലവ് വന്നാലും ഞാനത് വഹിച്ചോളാം. അല്ല, അത് ഞാൻ മിസ്റ്റർ മാധവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും എനിക്കറിയാം. ദേ കാശ്. സമയമായി. ഇത് വെച്ചോളൂ. അയ്യോ, സാരമില്ല, ഓ വെച്ചോളൂ. ഈ മദ്യപാനമൊക്കെ നിർത്തി നല്ല രീതിയിൽ കഴിഞ്ഞൂടെ? താല്പര്യമുണ്ടെങ്കിൽ ചെറിയൊരു ജോലി ഞാൻ ശരിയാക്കാം എന്റെ കമ്പനി. ശരി സാർ. അപ്പൊ ഞാൻ അറിയിക്കാം. പൊയ്ക്കോളൂ. ഇത് ഈ കരയിൽ പുതിയതാണല്ലോ. കണക്കിന് കൊടുത്തിട്ടുണ്ടാവും. നന്നായി പെരുമാറിയല്ലേ? ഇനി പറഞ്ഞോളും. ഇന്നാട്ടിൽ വന്ന അവന്റെ പെൺവിഷൻ ഇനി ഉണ്ടാവില്ല. തങ്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് തെമ്മാർത്തരം പറയുന്നത് തേണ്ടി. കയ്യിലിരിക്കുന്ന കാറ്റും കൊടുത്ത് ഞാൻ കള്ള അയാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇയാളെന്തിനാ എന്നെ തല്ലിയത്? ഇനി ആള് മാറിപ്പോയാ? ഇനി മേലെ എന്റെ കുട്ടിയെ ചലഞ്ച് ചെയ്താ നിന്റെ കയ്യം വിട്ടു നായേ. എഴുക്കടാ പറഞ്ഞേ. എന്താ നോക്കി പേടിപ്പിക്കുന്നു? എന്റെ കണ്ണിയാൻ കുട്ടി പൊടിക്കുന്ന മോനെ. ഓടാ ഓടാ. എന്താ
മുരുകേശ, ശ്രീദേവി ഒളിച്ചോടി പോയടാ. ഓള് കത്തെഴുതി വെച്ചിക്കണ്. മുരുക, ഈ രാഘവേട്ടനോട് പോയി കിടക്കുകയാണ്, പണിയെടുത്ത കൂലിയും തരാണ്ട് വെറുതെ മനുഷ്യൻ നടത്തിക്കാൻ. ഇനി പിന്നാമ്പറത്തുണ്ടാവോ? കണ്ടില്ലേ, ശരിക്കും കണ്ടില്ലേ? തീ പിടിച്ച്. നിന്റെ സൈക്കിളിന് ഞാൻ കണ്ടൊരു വില പറയാം, 100 റുപ്യ പോട്ടെ. നീ അതിന്റെ പേരില് 250 രൂപ എന്താ പറ്റുമോ? നിനക്ക് ഇതിന്ന് ഒരു തുള്ളി മിനുങ്ങണോ? ഇവന്റെ അകത്ത് നല്ല നക്ഷത്രം സ്പിരിറ്റാ, നല്ല അസല് സ്പിരിറ്റ്. ആയിരിക്കണ മൊത്തം കാര്യം പെടുത്ത കത്തി കേൾക്കണോ? ഭസ്മയിപ്പും ഭസ്മം നിനക്കുള്ള 150 രൂപ